ട്രേഡിങ്ങിൽ നമുക്കൊരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റോക്ക് മേടിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴാണ് പിന്നെ എക്സിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ എപ്പോഴാണ് അതിന് എക്സിറ്റ് ആവേണ്ടത്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സിഗ്നൽ ഇപ്പോൾ നമ്മൾ സിഗ്നൽ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മളൊരു സ്റ്റോക്ക് മേടിച്ചു, അത് എവിടുന്ന് മേടിക്കണം എന്നുള്ളത്. അപ്പോൾ ഏകദേശം ഇതിപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ചാർട്ടാണ്. ഓക്കെ, ഇത് ഓപ്പൺ ആയപ്പോൾ തന്നെ താഴത്തേക്ക് ഒരു ഫോളാണ് വന്നിട്ടുള്ളത്. ഒരു വലിയ ഫോളാണ്. നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിൽ നോക്കിയാൽ പ്രൈസ് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയും വലിയൊരു ഫോളാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അവിടുന്ന് കണ്ടു ഫസ്റ്റ് തന്നെ ആ ഒരു വിക്ക് ഉണ്ടാവും അവിടെ. ഓക്കെ, ഒരു വിക്ക് ഉണ്ടാവും. വിക്ക് എന്നാണ് ഇതിന് പറയുക, ഒരു ചെറിയ ലെഗ്. അവിടെ ആളുകൾ ബൈ ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു വിക്ക് വരുന്നത്. ഓക്കെ, പിന്നെ അതിന് ശേഷം വീണ്ടും അത് കുറച്ച് മുകളിലേക്ക് പോയി, ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്ന്. അപ്പോഴും ചെറിയൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടെന്നാൽ പോലും അത്രയും കൂടുതൽ ബൈ ഓർഡർ വന്നുകൊണ്ടാണ് നമുക്ക് ആ പ്രൈസ് നോക്കി അറിയാൻ പറ്റും. റൈറ്റ് സൈഡിൽ അത്രയും ബൈ വന്നപ്പോൾ ചാർട്ട് മുകളിലേക്ക് പോയി. അപ്പം നമ്മൾ നമ്മളിപ്പോൾ അടിയിൽ നിന്നാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമ്മൾ സിഗ്നൽ കിട്ടുന്നത് അതിനനുസരിച്ച് നമ്മൾ താഴത്തു നിന്ന് പ്രൈസ് മേടിച്ചാൽ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഈ ഫസ്റ്റ് ക്യാൻഡിൽ കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ കണ്ടോ. ഇവിടെ ഇങ്ങനെയൊക്കെ പോയിട്ട് ഇവിടെ ഒരു കൺഫ്യൂഷൻ, ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം, അപ്പോഴും നമുക്ക് പ്രോഫിറ്റിലായിരിക്കും. അതല്ല കുറച്ചും കൂടി നമുക്ക് റിസ്ക് എടുക്കാൻ ഓക്കെയാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി മുകളിൽ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ റാലി കംപ്ലീറ്റ് എടുക്കാൻ പറ്റുന്നവരാണ് അതിൽ ഏറ്റവും സക്സസ് ആവുക. കേട്ടോ, ഇത്രയും വലിയ റാലിയാണ്. ഈ റാലി കംപ്ലീറ്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല, അത്രയും പ്രോഫിറ്റ് ഉണ്ടാവും. എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അത്രയും പ്രോഫിറ്റ് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഈ റാലി പോകുന്ന സമയത്ത് തന്നെ കണ്ടോ, നമുക്ക് ഈ റാലിയുടെ റെൻറ്റിൽ ഏകദേശം റെഡ് ക്യാൻഡിൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു കൺഫ്യൂഷൻ, ഡോജി എന്നിപ്പോൾ ഉണ്ടോ, ഒരു ഡോജി ക്യാൻഡിൽ എന്നാണ് പറയുക. അതായത് ബൈയും സെല്ലിങ്ങും ഈക്വൽ വരുമ്പോൾ ഇത് കൺഫ്യൂസ്ഡ് ആവും. അതിനാണ് ഡോജി ക്യാൻഡിൽ. ആ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ നമുക്ക് അവിടെ എക്സിറ്റ് ആവുന്ന അത്രയും നല്ലൊരു ക്ലൂ വേറെ അല്ല കിട്ടാൻ. ഓക്കെ, അപ്പം നമുക്ക് അവിടെ എക്സിറ്റ് ആവാതെ അവിടെ ഹോൾഡ് ചെയ്ത ആൾക്കാർക്ക് കുറച്ചും കൂടി മുകളിൽ കിട്ടും. പക്ഷേ അതൊക്കെ ലെക്കാണ്, അത്രയും കിട്ടും നമുക്ക് ഒരിക്കലും കൺഫേം പറയാൻ പറ്റില്ല. ഏറ്റവും ബെറ്റർ ആ ഡോജി ക്യാൻഡിൽ എക്സിറ്റ് ആവുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ആ മുകളിൽ പോയാൽ അത്രയും ഹോൾഡ് ചെയ്ത ആൾക്കാർക്ക് അവിടെയും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ലെവൽ ഇപ്പോൾ റെഡ് ക്യാൻഡിൽസിലേക്ക് ഉൾപ്പെടുന്ന സമയത്ത് നമ്മൾ എക്സിറ്റ് ഇപ്പോൾ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ, സെല്ലിങ്ങൊക്കെ നോക്കുകയാണെങ്കിൽ അപ്പോഴും അതെ നമ്മളിങ്ങനെ താഴത്തേക്ക് ഒന്ന് ഫസ്റ്റ് റെഡ് ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടെന്ന് അവിടുന്ന് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാവുന്നതാണ്. അവിടുന്ന് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാലും പ്രോഫിറ്റ് ഉണ്ടാവും. ഈ മുകളിലത്തെ ഒരു റെഡ് ക്യാൻഡിൽ നിന്ന് സ്റ്റോക്ക് സെല്ല് ചെയ്ത ആൾക്ക് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുമ്പോഴും പ്രോഫിറ്റ് ഉണ്ടാവും. ഇനി അതെല്ലാം ഒന്നും കൂടി ചെറിയ ക്യാൻഡിലാണല്ലോ, ഒന്നുകൂടി റിസ്ക് എടുക്കാൻ വിചാരിച്ചാൽ ആ റാലി കംപ്ലീറ്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും നമുക്ക് അവിടെ പ്രോഫിറ്റും കിട്ടും. ഇത്രയും വലിയൊരു റാലിയിലേക്കാണ് നമുക്ക് ആക്സസ് കിട്ടിയിട്ടുള്ളത് കണ്ടു. പിന്നെ ഇവിടുന്ന് പോകുന്ന സമയത്ത് മുകളിലേക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിലൊക്കെ ആ ഒരു രൂപത്തിലായിരിക്കും. നമുക്ക് റൈറ്റ് സൈഡിലാണ് പ്രൈസ് നോക്കുമ്പോൾ അത് ചാർട്ട് വേണമെങ്കിലൊന്ന് അതൊക്കെ വരും. ഓക്കെ, അപ്പോൾ ആ ഒരു രൂപത്തിൽ ഇങ്ങനെ മനസ്സിലാക്കുക ഓരോ ക്യാൻഡിൽസിനെ കുറിച്ച്. ഇതൊക്കെ ബേസിക് ആയിട്ടാണ് നിങ്ങളോട് പറയണത്. ഇതിനൊക്കെ നമുക്ക് ഒരുപാട് ടേംസ് ഉണ്ട്. അതേപോലെ ക്യാൻഡിൽസ് നോക്കാൻ ഓരോ ക്യാൻഡിലും 3 ക്യാൻഡിൽ കൂടുമ്പോൾ പാറ്റേൺ ആകുമ്പോൾ ഉള്ള ഡിഫറൻസൊക്കെ വേറെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ അതേപോലെ കുറേ ആൾക്ക് ഇപ്പോഴും സംശയമാണ്, നമ്മൾ ബൈ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് സെല്ല് ചെയ്യാൻ ഇൻട്രാഡേയിലൊക്കെ. ഇത് ഇൻട്രാഡേ ഇപ്പോൾ ഇത് വർക്ക് ചെയ്യാതെ മുൻപ് ഞാൻ പറഞ്ഞതാണ്, മാർക്കറ്റ് ടൈമിൽ മാത്രമേ ഉള്ളൂ വർക്കാവുള്ളൂ. ആ ഒരു സമയത്ത് നമുക്ക് ചാർട്ടിൽ നമുക്കൊരു റെക്കോർഡ് ചെയ്യാനൊരു അവസരം കിട്ടില്ല, കാരണം നമ്മൾ മാർക്കറ്റിൽ ഇത് നോക്കി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടല്ലോ. അപ്പോൾ സെല്ല് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഞാൻ ഒന്നുകൂടി പറയുകയാണ്, സെല്ല് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഇവിടെ ക്വാണ്ടിറ്റി നിൽക്കുക, എപ്പോഴും മാർക്കറ്റ് പ്രൈസ് ആവാൻ നോക്കുക. കാരണം കസ്റ്റം പ്രൈസ് ആകുമ്പോൾ നമ്മൾ സ്പോട്ടിൽ പോയിട്ട് അവിടെ അടിച്ച് ആ ഒരു മാനുവലായിട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അവിടെ വെറുതെ ഒരു പ്രൈസ് കയറാൻ ഇറങ്ങാൻ. അപ്പോൾ എപ്പോഴും മാർക്കറ്റിൽ പ്രൈസിൽ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആ പ്രൈസ് അടിച്ച് ചിലപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഒരു ഓർഡർ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ചാർട്ടിൽ നിന്ന് ഇളകിയിട്ട് നമ്മൾ പ്രൈസ് നമ്മളറിയാതെ നമ്മളേക്കാണ് എൻട്രി ആവും മാർക്കറ്റിലേക്ക്. അപ്പോൾ അതിലേറെ ബെറ്റർ എപ്പോഴും നമ്മൾ ലിമിറ്റ് മാറ്റി മാർക്കറ്റ് എത്രയാണോ ഇപ്പോൾ പ്രൈസ് ഉള്ളത് അവിടെ നമ്മൾ സെല്ല് കൊടുക്കുന്ന സമയത്ത് മാത്രം ആ മാർക്കറ്റ് പ്രൈസിൽ അങ്ങോട്ട് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. എപ്പോഴും മാർക്കറ്റ് പ്രൈസാണ് ബെറ്റർ, ഞാൻ പ്രിഫർ ചെയ്യാറ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യുക. എപ്പോഴും NSE സെലക്ട് ചെയ്യുക. കണ്ടോ, ഇൻട്രാഡേ വിൽ ഓപ്പൺ 9:15 to ആ ഒരു സമയത്താണ് 9:15 AM. അപ്പോൾ ആ സമയത്ത് മാത്രമേ ഇൻട്രാഡേൻ്റെ ഓപ്ഷൻ അവിടെ ഓണായിട്ട് വരുള്ളൂ. പിന്നെ SLൻ്റെ ഓർഡർ നിങ്ങൾക്ക് അറിയാം, സ്റ്റോപ്പ് ലോസ് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ജസ്റ്റ് SL കൊടുക്കുക, കണ്ടിന്യൂ എടുക്കുക. നമ്മൾ സെല്ലാണോ ബൈ ആണോ നോക്കിയിട്ട് അതിൻ്റെ കുറച്ച്, ഇപ്പോൾ ബൈ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് താഴത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. സെല്ലാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുകളിൽ കംഫർട്ടായിട്ടുള്ളൊരു ക്യാൻഡിൽ നോക്കിയിട്ട്
അതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നോക്കിയിട്ട് അവിടെ ഒരു പ്രൈസ് കൊടുക്കാം. ഓക്കെ, അധികം ടേം ഉപയോഗിക്കാത്ത നിങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ടാണ്. വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. എപ്പോഴും ടെർമിനൽ ഓപ്പൺ ആക്കിയിട്ട് വേണം ക്യാൻഡിൽ നമുക്ക് നോക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഈ ഹോറിസോണ്ടൽ ലൈൻ വരയ്ക്കാനും പലർക്കും സംശയം ഉണ്ടാവും. ജസ്റ്റ് സൈഡിലേക്ക് ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ അതുണ്ടാവും, അതിൽ ഹോറിസോണ്ടൽ ലൈൻ ഉണ്ടാവും. അതിലെടുത്തിട്ട് നമുക്ക് കറക്റ്റ് എവിടെയാണെന്ന് വെച്ചാൽ പ്രൈസ് നോക്കിയിട്ടോ ഈ ക്യാൻഡിൽസ് നോക്കിയിട്ട് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ അത് വരക്കുക. അതിൻ്റെ കട്ടി നമുക്ക് വേണമെങ്കിൽ കൂട്ടും കുറക്കുകയും ചെയ്യാം കേട്ടോ. അതേപോലെ കട്ടി വേണമെങ്കിൽ കൂട്ടുക കുറക്കുക. പിന്നെ അതിൻ്റെ സ്റ്റൈല് വേണമെങ്കിൽ മാറ്റുക, ഡാഷ് ടൈപ്പ് ആക്കുക, ലൈനാക്കുക, ഇഷ്ടമുള്ള ടൈപ്പ് ആക്കുക. പിന്നെ അതിൻ്റെ കളറും വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ അത് താഴത്തേക്ക് മുകളിലേക്കൊക്കെ ജസ്റ്റ് കണ്ടു ഇങ്ങനെ പിടിച്ചാക്കുക, വേണമെങ്കിൽ അത് ഒഴിവാക്കാം. ഓക്കെ, പിന്നെ അതേപോലെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, ഇത് എല്ലാവർക്കും ചെയ്യാൻ അറിയുന്നില്ല, പക്ഷെ അറിയുന്നവർക്കതൊരു നല്ല ഓപ്ഷനായിരിക്കും. അതായത് നമ്മളൊരു ഷോർട്ട് പൊസിഷനാണോ ലോങ് പൊസിഷൻ, അതായത് ഷോർട്ട് എന്ന് പറയുന്നത് താഴത്തേക്ക് സെല്ല് ചെയ്യുക, ലോങ് പറയുന്നത് ബൈ ചെയ്യുന്നതിനാണ്. അപ്പോൾ നമുക്ക് എത്ര ടാർഗറ്റ് കിട്ടണം, എത്ര സ്റ്റോപ്പ് ലോസ് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റേഷ്യോ അറിയാൻ പറ്റും കറക്റ്റ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടൂൾ ഉപയോഗിക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ഇതൊക്കെ വേണ്ട, ഓൾറെഡി നമ്മൾ ഗ്രാഫിലുള്ളത് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. നമുക്ക് മാനുവലായിട്ട് ഇങ്ങനെ വരച്ചിട്ട് അത്ര വേണമെങ്കിൽ നമുക്കൊന്ന് ഹോൾഡ് ചെയ്ത് നോക്കാം. നമ്മളെ മൈൻഡിലൊരു ടാർഗറ്റ് വെക്കുക, അതേമാതിരി സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ രൂപത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഈസി ആയിരിക്കും. കറക്റ്റ് നമുക്ക് നമ്മളെ ആ ഒരു പെർസെൻറ്റേജും കാര്യങ്ങളും കറക്റ്റ് കിട്ടും. ഈ ഒരു രൂപത്തിലും വേണമെങ്കിൽ നമുക്ക് വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഷോർട്ട് സെല്ലിങ്ങിൻ്റെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ ഈ ഒരു ഇത് വെച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെയും സെറ്റിങ്സിലൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റം വരുത്താം കേട്ടോ. പക്ഷേ അതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരില്ല. ഇപ്പോൾ നോർമൽ ബേസിക്കായിട്ട് നിങ്ങൾ ഇത്ര ഒരു നോക്കിയാൽ മതി. കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൺഫ്യൂഷനാണ്. ഇതേപോലെ നമുക്ക് ബൈയിലും ഈ ഒരു സെയിം സിസ്റ്റത്തിൽ കൊടുക്കാം. ലോങ് പൊസിഷൻ എടുക്കാം, ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്കിത് ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഒരു സപ്പോർട്ട് നോക്കിയിട്ട് ഒരു സ്റ്റോപ്പ് ലോസും കൂടി നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, അതേപോലെ എത്ര ടൈം ഫ്രെയിമാണ് ബാറ്ററി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം. ഓക്കെ.